ദൈവവിളി ലഭിച്ച് ഒരു സന്യാസിനിയാവുന്നതിന് മുൻപ് സിസ്റ്റർ ടോസ്ക ഫെറ യാതൊരു ബന്ധവുമില്ലാത്ത മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇറ്റലിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടായിരുന്നു അവർ ആദ്യം ജോലി ചെയ്തിരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ഇവർ എങ്ങനെ സന്യാസിനിയായി എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു സൈനികന്റെ മകളായി നേപ്പിൾസിൽ ജനിച്ച ടോസ്ക 19-ാം വയസ്സിൽ പോലീസിൽ ചേർന്നു. പോലീസ് സേനയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടായിരുന്നെങ്കിലും തൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് ഉത്കണ്ഠകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയായിരുന്നു റോമിലെ ടോർ പിഗ്നാറ്റാന പോലീസ് സ്റ്റേഷനിൽ ഇവർ ഡ്യൂട്ടിയിലിരിക്കവേ ഒരു ചെറുപ്പക്കാരനായ കുറ്റവാളിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ആ വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവിന് പിന്നിലെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു മോഷണക്കേസിലായിരുന്നു പ്രായപൂർത്തിയാവാത്ത ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തത്. അതവൻ്റെ ആദ്യത്തെ മോഷണ ശ്രമമായിരുന്നു. അവൻ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം കരയാൻ തുടങ്ങി. അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ എന്നവൻ എന്നോട് ചോദിച്ചു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നു. സിസ്റ്റർ ടോസ്ക ആ സംഭവം ഓർത്തെടുത്തു. ആ വിസമ്മതം പിന്നീട് എനിക്കൊരു ഞെട്ടലായി മാറി. ആ ഒരു ആലിംഗനത്തോടെ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ മാറിയേനെ. ആരും കൂടെയില്ല എന്ന തോന്നലായിരിക്കാം ഒരുപക്ഷെ അവനെ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയാക്കി മാറ്റിയത്. വാസ്തവത്തിൽ ഞാൻ ചെയ്തതും ഒരു മനുഷ്യത്വമില്ലായ്മയല്ലേ? വീട്ടിൽ മടങ്ങിയെത്തിയ ഞാൻ ആ സംഭവത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. കണ്ണാടിയിൽ എന്നെ തന്നെ നോക്കി നീ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സ്വയം വിചിന്തനം ചെയ്തു. സിസ്റ്റർ ടോസ്ക വെളിപ്പെടുത്തി. എന്തായിരുന്നു വാസ്തവത്തിൽ തൻ്റെ കുറവ് എന്ന് തിരിച്ചറിയാൻ ആ സംഭവം ഒരു നിമിത്തമായി. യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധമില്ലാത്തതാണ് തൻ്റെ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജോലി ഉപേക്ഷിച്ച് ഒരു കന്യാസ്ത്രീയാകാൻ ഇവർക്ക് പ്രചോദനമായി. 1959 ഫാദർ ജിയാക്കോമോ അൽബേറിയൻ ഇറ്റലിയിൽ സ്ഥാപിച്ച പൗളിൻ കുടുംബത്തിൻ്റെ ഭാഗമായ ക്യൂൻ ഓഫ് അപ്പസ്തൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വൊക്കേഷനിൽ ചേരാൻ ഇത് നയിച്ചു. ഒടുവിൽ അവർ ഒരു സന്യാസിയായി മാറി. ഇന്ന് 55 വയസ്സുള്ള സിസ്റ്റർ ടോസ്ക കഴിഞ്ഞ വർഷം തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിരുന്നു. സിസ്റ്റേഴ്സ് ഓഫ് മേരി ക്വീൻ ഓഫ് അപ്പോസ്തൽസിൻ്റെ സുപ്പീരിയർ ജനറലായി ശുശ്രൂഷ ചെയ്യുകയാണ് സിസ്റ്റർ ടോസ്ക. അതോടൊപ്പം ടസ്കനിയയിലെ പ്രായപൂർത്തിയാകാത്തവരുടെയും ദുർബലരായവരുടെയും സംരക്ഷണത്തിനായുള്ള പ്രാദേശിക സേവനത്തെ ഏകോപിപ്പിക്കുന്നതിനൊപ്പം ദൈവവിളികളുടെയും യുവജന ശുശ്രൂഷകളുടെയും ചുമതലയും സിസ്റ്റർ ടോസ്കയ്ക്കാണ്.